നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നേരിൽ ഇന്ന് കണ്ണൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് വിലയിരുത്തുന്നത്. എനിക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയുണ്ട്. ഫക്രുദ്ദീൻ, നമസ്കാരം. കണ്ണൂർ എന്ന് പറയുമ്പോൾ അത് എന്നും ഒരു ഇടതിൻ്റെ ഭാഗം എന്ന ഒരു ചിന്തയാണ്. പക്ഷേ അവിടെ കൂടുതലും കണ്ണൂർ എപ്പോഴും കണ്ടിട്ടുള്ള കൂടുതലും വലത്തോട്ട് തന്നെയാണ്. അങ്ങനെയല്ലേ? അല്ല, കണ്ണൂരിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ തോന്നിയെങ്കിലും അത് ഞാനീ പറഞ്ഞ കരിവള്ളൂർ, ഈ ഒരു മേഖല, കല്യാശ്ശേരി, പയ്യന്നൂർ, ഈ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം. ഈ കണ്ണൂർ നിങ്ങൾ പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ പണ്ടൊരു അറക്കൽ രാജവംശവും ചിറക്കൽ രാജവംശം ഉണ്ടായിരുന്നു. അറക്കൽ രാജവംശം ബേസിക്കലി അതിൻ്റെ ആളുകളൊക്കെ ഒന്നെങ്കിൽ കോൺഗ്രസ് അല്ലെ ലീഗാണ്. ചിറക്കലാരും ബേസിക്കലി ഒന്നെങ്കിൽ ലീഗാണ്, അല്ല ഒന്നെങ്കിൽ CPM ആണ്, അല്ലെ ഒന്നെങ്കിൽ കോൺഗ്രസ് ആണ്, അല്ലെ BJP ആണ്. ഈ കണ്ണൂർ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾ അടയാളപ്പെടുത്താറ് ശരിക്കും UDFൻ്റെ കോട്ടയാണ്. പക്ഷേ കണ്ണൂർ നിയമസഭാ നിയോജകമണ്ഡലം അതിലുള്ളതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ കണ്ണൂർ ലോക്സഭാ നിയോജകമണ്ഡലത്തിൻ്റെ സെയിം പേര് തന്നെയാണ്. ഈ മണ്ഡലത്തിൻ്റെ മറ്റ് മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് ചില മണ്ഡലങ്ങളിൽ ഇപ്പം കണ്ണൂർ നിയമസഭാ മണ്ഡലം എന്ന് വെച്ചാൽ LDFന് നല്ല സ്വാധീനമുള്ളതാണ്. പിന്നെ വേറെ ഒന്നുണ്ട് പയ്യാവൂർ, ഇരിക്കൂർ, ഇത് രണ്ടും കണ്ണൂർ നിയമസഭാ മണ്ഡലം UDFന് പരമ്പരാഗതമായിട്ട് നല്ല മേൽക്കൈയുള്ള ലീഗിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് കൂടിയാണ്. പിന്നെ ഇരിക്കൂർ, പിന്നെ പയ്യന്നൂർ, ഇരിക്കൂർ, പിന്നെ രണ്ട് മണ്ഡലം പയ്യാവൂർ എന്ന് പറഞ്ഞ മണ്ഡലം. പയ്യന്നൂർ കാസർഗോഡ് അല്ല, പയ്യന്നൂരല്ല, പയ്യാവൂർ, രണ്ട് ഈ പിന്നെ കുടിയേറ്റ കർഷകരുടെ പ്രദേശം ഉണ്ടല്ലോ. ഇത് രണ്ടും UDFൻ്റെ കൂടെ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. പിന്നെയുള്ള തളിപ്പറമ്പാണ് ഏറ്റവും ശക്തമായിട്ടുള്ള LDFൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്ന വലിയ വോട്ട് വരുന്ന ഒരു പ്രദേശം തളിപ്പറമ്പാണ്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് കക്ഷികൾ ഏതാണ്ട് തുല്യമായി നിൽക്കുകയും എന്നാൽ UDFന് ഒരു മേൽക്കൈയുള്ള ഒരു പ്രദേശമാണ് ഈ പറഞ്ഞിട്ടുള്ള കണ്ണൂർ ലോക്സഭാ നിയോജകമണ്ഡലം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാഹചര്യം എങ്ങനെ മാറിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ മലയോര മേഖലയിലുള്ള രണ്ട് മണ്ഡലങ്ങൾ, ഇരിക്കൂർ ഉൾപ്പെടെയുള്ള രണ്ട് മണ്ഡലം, ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ കേരള കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. ഈ കേരള കോൺഗ്രസ് എന്ത് ചെയ്തു, മാണി ഗ്രൂപ്പ് LDFൻ്റെ കൂടെ വന്നു, ഒന്നാമത്തെ ഘടകം. രണ്ട്, മുമ്പത്തെ പോലെ ക്രിസ്ത്യാനികൾ പൊതുവെ UDFൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിന് കൂടെ നിന്ന്. ക്രിസ്ത്യാനി ഇപ്പം അങ്ങനെ കോൺഗ്രസിന് വലിയ സ്നേഹമൊന്നുമില്ല. അവർക്കിപ്പം ഈ പിണറായിനോട് ഭയങ്കര സ്നേഹമാണ്. CPM എന്ന് ഞാൻ പറഞ്ഞു, പിണറായിനോട് വലിയ സ്നേഹമാണ്. അപ്പം കണ്ണൂർ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അധികാരം ഉള്ളതുകൊണ്ടല്ല, ഈ CPMനോട് എന്തുകൊണ്ട് സഭയും മുസ്ലിങ്ങളൊക്കെ അകന്നെന്ന് വെച്ചാൽ ഇവരുടെ ഭയങ്കര മസിൽ പിടുത്തുണ്ടല്ലോ. ഈ പറയുന്ന അല്ല, പിതാക്കന്മാരും ഈ പറയുന്ന സമുദായ നേതാക്കന്മാരൊക്കെ വെറുതെ BS ഒക്കെ മസിൽ പിടിക്കുന്നു. പിണറായി വിജയൻ അതില്ല. അവർക്ക് പിന്നെ സഖാക്കൾ കഴിച്ചിരുന്ന അതേപോലെ തന്നെ പിണറായി വിജയന് മുന്നോട്ട് പോകാം. മനസ്സിൽപ്പെടുത്ത ലോക്കൽ ഉണ്ടാവും, പക്ഷേ ആ കാര്യങ്ങൾ പിതാക്കന്മാരുടെ ഒക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മുസ്ലിംമാരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ കാര്യത്തിൽ മാത്രമല്ല, ഹിന്ദു സമുദായം ഇപ്പം NSS മാത്രമാണ്. NSSന് നിലപാടുണ്ട്. NSS അനാവശ്യമായ കാര്യം ചോദിക്കില്ല, ചോദിക്കുന്നത് കൃത്യമായിരിക്കും, അതിങ്ങനെ സൗകര്യം ഉണ്ട് തരിക. പിന്നെ NSS നിലപാടുണ്ട്. ബാക്കി എല്ലാ സമുദായ സംഘടന മൂപ്പര് നല്ല ബന്ധമാണ്. വെള്ളാപ്പള്ളി മൊത്തം കൺഫ്യൂസ്ഡായി. കാരണം കേന്ദ്രത്തിൽ മോൻ NDAയുടെ കൂടെ വെക്കുന്നു. അപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യണം? കേരളത്തിൽ മൂപ്പര് ഒരു കാരണവശാലും പിണറായി വിജയനെ കൈവിടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഏത് സമുദായം നിങ്ങൾ എടുത്തു ഭയങ്കര ബന്ധമാണ്, എല്ലാ സഭകളുമായിട്ട് നല്ല ബന്ധമാണ്. ഇത് CPMൻ്റെ അടുത്തത് ആദ്യമായിട്ടാണ് ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി ഇത്ര മാത്രം ഈ സഭകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പൊതുവെ പിണറായിക്ക് അനുകൂലമായി മുമ്പത്തെ പോലത്തെ ഈസി അല്ല അത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വോട്ട് LDFന് വരും. പിന്നെ ഈ കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്ന സ്ഥലം, അവിടെ UDFന് മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 2 തവണ ജയിക്കുന്നത് പിണറായി വിജയനാണ്. മാഷികത്തിന് കടന്നപ്പള്ളിക്കത്തിലെ വോട്ട് കിട്ടും നമുക്കറിയില്ല, പിണറായിക്ക് കിട്ടുന്ന വോട്ടാണ്. അതിന് കാരണം മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞ സോക്കോൾഡ് RSS മോഡി ഭീഷണിയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാകും. CA പോലെ വിഷയങ്ങൾ അവർ സജീവമായിട്ട് ഇടപെടുന്നു. പിന്നെ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അള്ളാഹയും റസൂലും കഴിഞ്ഞാൽ ഞങ്ങൾ 2 പ്രധാനപ്പെട്ട ആളുകൾ, അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതൊരാളില്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മൂന്നാമതൊരാളുടെ പിണറായി വിജയനാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറേ വോട്ടുകൾ, കോൺഗ്രസ് കിട്ടുന്ന വോട്ടുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അപ്പം ഈ ഒരു പിന്നെ സ്വാഭാവികമായിട്ട് ഇവർക്ക് LDFന് നല്ല മേൽക്കൈയുള്ള 2 മണ്ഡലങ്ങൾ, തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള 2 മണ്ഡലങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ LDFന് അനുകൂലമായിട്ടുള്ള മണ്ഡലമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അല്ല, സുധാകരൻ ഇതിൻ്റെ അപ്പുറത്ത് സ്വാധീനിക്കാൻ പറ്റിയ ശേഷിയുള്ള ഒരാളാണ്. സുധാകരൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല. സുധാകരൻ ഒരു ഗുണവും ദോഷമായി. സുധാകരൻ കൂടെ വെക്കുന്ന ആളുകളെ കൈവിടില്ല, വാക്ക് പറഞ്ഞ പോലെ. ഇത് സുധാകരൻ്റെ ഒരു ഗുണമാണ്. അതുകൊണ്ട് സുധാകരൻ ക്ലാസും കാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വാധീനമുള്ള ഒരാളാണ്. പക്ഷേ സുധാകരൻ ജയിക്കണമെന്ന് വിചാരിച്ച് മത്സരിക്കുമ്പോഴേ അവിടെ ജയിച്ചിട്ടുള്ളൂ. 2009 ഇലക്ഷന് 2014 ഇലക്ഷന് സുധാകരൻ ജയിക്കണമെന്ന് വിചാരിച്ചല്ല, വേണ്ടാന്നൊക്കെ പറഞ്ഞാണെന്ന്. ആ ഇലക്ഷൻ അദ്ദേഹം തോറ്റു. കഴിഞ്ഞ ഇലക്ഷനിൽ പക്ഷേ ശക്തമായിട്ട് രംഗത്ത് വന്നു, അദ്ദേഹം ജയിച്ചു. ശ്രീമതി ടീച്ചർ ചെറിയ വോട്ടിനാണ് തോൽക്കുന്നത്.
പക്ഷേ ശ്രീമതി ടീച്ചറോട് ചെറിയ വോട്ടിന് തോറ്റ സാഹചര്യമല്ല എന്നാൽ LDF കൂടുതൽ അനുകൂലമാണ്. ഞാനീ പറഞ്ഞ കേരള കോൺഗ്രസ് ഫാക്ടർ, ക്രിസ്ത്യൻ ഫാക്ടർ, മുസ്ലിം ഫാക്ടർ എല്ലാം LDF അനുകൂലമാണ്. പിന്നെ അപ്പോൾ സുധാകരൻ അതില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മനസ്സില്ലാ മനസ്സോടെ മത്സരിക്കുകയാണ്. മാത്രമല്ല മൂപ്പരുടെ ചില പ്രസ്താവനകളൊക്കെ തന്നെ മൂപ്പർ പഴയ സുധാകരനല്ല എന്ന് കുറച്ച് എന്താണ് പറയുക, പണ്ടത്തെ ഉറപ്പ് അദ്ദേഹത്തിന് മനസ്സിനില്ല എന്നുള്ള ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല. സതീശനായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ നീ പറ ഞാൻ പറ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ, വേറെ ചില വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ CPM പ്രചരണത്തിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ അവരെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അല്ല അവർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളെ മെമ്മറിയിലുണ്ട്. അപ്പോൾ സുധാകരൻ എന്നുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള ആളെ മുമ്പത്തെ പോലെ തന്നെ സ്ട്രോങ് ആയി നിൽക്കുമ്പോഴാണ് നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം സുധാകരൻ ആ കാര്യഘട്ടത്തിൽ ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ ചില പെർഫോമൻസ്, ഓൺ ക്യാമറ ഉള്ള പെർഫോമൻസ് സത്യത്തിൽ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പം മാത്രമല്ല അദ്ദേഹം മത്സരിക്കാൻ വലിയ താല്പര്യമുള്ളതായിട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സുധാകരൻ ജയിച്ചിട്ടില്ല. മത്സരിക്കാൻ താല്പര്യമുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നത് അത് എനിക്കതിനോട് അല്ല, അദ്ദേഹം ജഗത്തിൻ്റെ പേര് പറഞ്ഞ് ജയന്ത എന്താ ഒരു അദ്ദേഹത്തിന് ജയന്തിൻ്റെ പേര് പറഞ്ഞ് മാറുന്നതാണ്. പിന്നെ സുധാകരൻ തന്നെ നിൽക്കണമെന്നുള്ള ഒരു ശക്തമായ നിർദ്ദേശം മോളിൽ വന്നുകൊണ്ട് പിന്നെ ഇവരുടെ ഗ്രൂപ്പ് സമവാക്യത്തിന് പ്രശ്നം കന്നാണ് നിന്നത്. അദ്ദേഹം ഇത് 2014 ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം ആദ്യം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഉന്തി തള്ളി മത്സരിപ്പിക്കുകയായിരുന്നു. അതിന് തോറ്റും പോയി. പക്ഷേ അന്ന് സാഹചര്യം UDF അനുകൂലമായിരുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യം UDF അങ്ങനെ അനുകൂലമല്ല. പിന്നെ ഇദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. പിന്നെ ഓൾറെഡി പഴയ സുധാകരൻ അല്ല ഇപ്പോഴത്തെ സുധാകരൻ എന്നുള്ള ഫീലുണ്ട്. അപ്പോൾ സ്വാഭാവികം ഇതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ അത് MP ജയരാജന് പേഴ്സണലി അങ്ങനെ വലിയൊരു ഒരു കൾട്ടൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റു രണ്ട് ജയരാജന്മാർ കൾട്ടാണ്. അദ്ദേഹം നിൽക്കുന്ന ഇടയിലുള്ള പാവം ജയരാജനാണ്. പക്ഷേ ആർക്കും ഇത് വെറുപ്പൊന്നുമില്ല. പിന്നെ പിണറായി വിജയനോടുള്ള മൈനോറിറ്റിയുടെ ഒരു വിശ്വാസം. ഇനി ലീഗിന് ഞാൻ അവിടുത്തെ പറഞ്ഞ ഫാക്ടറിന് ഇവിടെയും ബാധക 10 സീറ്റിൽ കുറവ് UDF പോയി ലീഗിന് എളുപ്പം ചാടിയപ്പം പോവാം. അപ്പോൾ ലീഗ് അങ്ങനെ ചിന്തിച്ചില്ല പോലും മുസ്ലിംസിൻ്റെ ഇടയിൽ CPM അനുകൂലമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, CAA പോലുള്ള വിഷയങ്ങൾ ലോക്സഭയിൽ വരുമ്പോൾ അത് ശക്തമായി സംസാരിക്കാൻ പറ്റിയ ഒരാൾ ആരായിരിക്കണം, അത് CPM തന്നെ പറ്റുന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ കോൺഗ്രസ് മോൾ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഒന്നും ഇപ്പോൾ ഇല്ല. രാഹുൽ ഗാന്ധി എഫക്റ്റ്, ഈ പറഞ്ഞ കോമൺ എഫക്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം വോട്ട് ലീഗിന് വിചാരിച്ചില്ലെങ്കിൽ പോലും അങ്ങോട്ട് കുറച്ച് പോകും. പിന്നെ ലീഗ് ചിലപ്പോൾ സോഫ്റ്റ് ആകാൻ എനിക്ക് കിട്ടുന്ന വിവരം പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ലീഗ് ആക്റ്റീവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചക്രം ചലിക്കില്ല. മറ്റൊന്ന് BJPയുടെ കാൻഡിഡേറ്റ് സി രഘുനാഥ് പഴയ കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസ്സുകാരൻ BJP കാൻഡിഡേറ്റ് ആവുമ്പോൾ അയാൾക്ക് കുറച്ച് ബന്ധങ്ങൾ കാണുമല്ലോ കോൺഗ്രസിൽ. കുറച്ച് വോട്ട് മുമ്പ് പിടിക്കും. പിന്നെ പണ്ട് ഈ CPM-മാർ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. സുധാകരൻ RSS തമ്മിൽ വലിയ ബന്ധമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ബന്ധമൊന്നും ഈ ഇലക്ഷനിൽ സഹായിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പിന്നെ LDF ജയിക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും അവിടെ. ഞാൻ ഈ ഭൗതികമായ സാഹചര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ജനങ്ങൾ ഇനിയിപ്പം സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൻ്റെ പുറത്തൊക്കെ വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇമോഷണൽ ഫാക്ടർ, നമുക്കറിയില്ല. അതർവൈസ് ആൻറ്റി ഇൻകംബൻസി വലിയ രീതിയിലുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബൈ ഇലക്ഷനിലൊന്നും, ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് ബൈ ഇലക്ഷനൊന്നും LDF ഒന്നാമതായി വരില്ലല്ലോ. അവരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മണ്ഡലം LDF തന്നെ കിട്ടാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ വേളകളിലൊക്കെ എപ്പോഴും ഉയർന്ന ഒരു കാര്യമാണ് അക്രമ രാഷ്ട്രീയം. കേരളത്തിൽ പൊതുവെ അത് കുറവാണ്, അധികം പറയേണ്ടി വരാറില്ല. പറയേണ്ടി വന്നാൽ അത് എത്തി നിൽക്കാറുള്ളത് കണ്ണൂരിലാണ് അല്ലേ? പക്ഷേ ഇപ്പോൾ അതിനൊക്കെ കുറേ വലിയ മാറ്റങ്ങൾ വന്നു അല്ലേ? അതൊക്കെ നമ്മൾ സലാമത്താക്കിയില്ലേ? അല്ല, കണ്ണൂർ ഈ മോഡി നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ഇത്. പിന്നെ ഈ കണ്ണൂര് അക്രമ രാഷ്ട്രീയം എത്രയാണെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന ഓരോ കുടുംബങ്ങളെ ബലി കൊടുക്കുക. അപ്പോൾ RSS തന്നെ മനസ്സിലായി ശരിയായ പോക്കങ്ങനെ ശരിയല്ല. അത് പിണറായി വിജയന് മനസ്സിലായി. മൂപ്പര സമയത്താണല്ലോ ഈ വാടിക്കൽ രാമകൃഷ്ണനെ ബന്ധപ്പെട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത്. അങ്ങനെ എനിക്കൊന്ന് മോഡി തന്നെയാണ് ഇതിൽ ഇടപെട്ടെന്ന് എനിക്ക് കിട്ടുന്നൊരു ഇൻഫർമേഷൻ. മോഡി ഈ ന്യൂസൊക്കെ വന്നപ്പോൾ അന്വേഷിക്കുകയും അവസാനം കണ്ണൂർ RSSൻ്റെ ലീഡർഷിപ്പിനെ വിളിച്ച് നമുക്കൊന്ന് തീർക്കണ്ടേന്ന് ചോദിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ അപ്പോൾ അവർ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഓക്കെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ പറയുന്ന രംഗത്തിറങ്ങി. നമ്മൾ ഒരു ദിവസം കൊണ്ട് രംഗത്തിറങ്ങിയൊന്നല്ല. അപ്പോൾ ഇവർ തമ്മിൽ ആദ്യം CPM ഇത് തീർക്കണമുണ്ടായിരുന്നു. അപ്പോൾ മോഡിയും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഡിസ്കഷൻ അതിന് മുമ്പേ നടന്നോന്ന് എനിക്കറിയില്ല. അവർ കാണുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഏതായാലും മോഡി ഇതിൽ ഇടപെട്ടു, അദ്ദേഹമാണ് ഇനീഷ്യേറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മീറ്റിംഗ് വിളിച്ചതിന് ശേഷമാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇത് ആവശ്യമായിരുന്നു. CPM എത്രയെന്ന് വിചാരിച്ചിട്ട് ആളുകൾ വലിയ കൊടുക്കുക, അതുപോലെ എത്ര ആളെന്ന് വിചാരിച്ച് പിന്നെ ഇവർ വലിയ കൊടുക്കുക. BJP ഇപ്പം ദേശീയത്ത് വലിയ ന്യൂസാകും. BJPക്ക് ഭയങ്കര നെഗറ്റീവ് അല്ലേ? അപ്പോൾ അതോട് കൂടിയിട്ട് അപ്പോൾ കണ്ണൂർ അക്രമ രാഷ്ട്രീയം അവസാനിച്ചുകൊണ്ട് CPM-ഉം RSS-ഉം തമ്മിലുള്ള വൈരം കുറഞ്ഞിട്ടുണ്ടെന്ന് വലിയ ഫാക്ടറാണ്. ഈ വൈരം കുറഞ്ഞ് CPM-ന് ഗുണമാണ്. സത്യത്തിൽ പല സമയത്തും കോൺഗ്രസ് അവിടെ ജയിച്ചുകൊണ്ട് ഈ വൈരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP-ക്കാരെ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് UDF വോട്ടാക്കി മാറ്റുകയും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു സാഹചര്യത്തിൽ LDF-ന് കുത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ കുത്തുകയും ചെയ്യും, കാരണം കോൺഗ്രസിൻ്റെ സീറ്റ് മറിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട്
കണ്ണൂർ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മോഡിയും പിണറായി വിജയനും നൽകിയ ഏറ്റവും വലിയ സംഭാവന. അത് നിങ്ങൾ എമ്മിനൊക്കെ രണ്ടാമത് പിടിച്ചിട്ടായി സത്യത്തിൽ ഇവരാണ് തീരുമാനിച്ചത്. നല്ല തീരുമാനമാണ്. വളരെയധികം നന്ദി ഫക്രുദ്ദീൻ. നേരിലൂടെ മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളും രാഷ്ട്രീയ വിലയിരുത്തലുകളുമായി കാണാം ഉടൻ തന്നെ. നമസ്കാരം.